യേശു എന്ന പേര് അതിനു മുൻപ് ഒരിക്കലും കേട്ടിട്ട് പോലുമില്ലാത്ത ഇറാനിലെ ഒരു മുസ്ലിം യുവതിയുടെ സ്വപ്നത്തിലേക്ക് നീല മേലങ്കി ധരിച്ച് യേശു പ്രത്യക്ഷപ്പെടുക. ഞാൻ യേശുവാണെന്നും എന്നെ അനുഗമിക്കുക എന്നും ആവശ്യപ്പെടുക. സ്വപ്നത്തിൽ നിന്നുണർന്ന ആ പെൺകുട്ടി പിന്നീട് ഗൂഗിളിൽ യേശു ആരാണ് എന്ന് സെർച്ച് ചെയ്യുകയും യേശു ആരാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക. തുടർന്ന് ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറുക. കേൾക്കുമ്പോൾ തീർത്തും അവിശ്വസനീയമെന്നോ ഏതോ കെട്ടുകഥയെന്നോ തോന്നാം. പക്ഷേ ഐ ഫൗണ്ട് ദ ട്രൂത്ത് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഒരിക്കൽ മുസ്ലിം വിശ്വാസത്തിൽ ജീവിക്കുകയും പിന്നീട് ക്രിസ്തു വിശ്വാസിയായി തീരുകയും ചെയ്ത യുവതികൾ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസ ജീവിത യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറാനെ സുവിശേഷവൽക്കരിക്കാൻ ക്രിസ്തു സ്വപ്നങ്ങളെ മാധ്യമമാക്കുന്നതോർത്ത് വിസ്മയം കൊള്ളുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ക്രിസ്തു എങ്ങനെയാണ് മുസ്ലിമുകൾക്ക് തന്നെ വെളിപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കുന്ന പ്രോഗ്രാമാണ് ഐ ഫൗണ്ട് ദ ട്രൂത്ത്. ഹൃദയം തുറന്നുള്ള സംസാരമാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. സമീറ മെറിക് ഹോസ്റ്റ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താണ് യെസ്ര ലാർക്കിയും നിക്ത മുസൽവൈറ്റും ചെറുപ്പത്തിൽ ഇസ്ലാമായി ജീവിക്കുകയും പിന്നീട് ക്രിസ്തീയതയിലേക്ക് മാറുകയും ചെയ്ത തങ്ങളുടെ ജീവിത പരിണാമത്തിന്റെ കഥ വിവരിക്കുന്നത്. മനസ്സ് അശാന്തവും അസ്വസ്ഥവുമായിരുന്നു. അതിനെ നേർവഴിയിൽ നിർത്താൻ പല മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഒരിടത്തും വിജയിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെയെല്ലാം ജീവിതം ചിതറിക്കപ്പെട്ടുപോയ അവസരങ്ങളിലാണ് ക്രിസ്തു നീലയങ്കി ധരിച്ച് ഇവരെ തൻ്റെ സ്നേഹത്തിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ ക്ഷണം കിട്ടിയെങ്കിലും അവിടുത്തെ അനുഗമിക്കുക എന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. സത്യാന്വേഷണത്തിൻ്റെ പാതയിലായിരുന്നു അവർ. ഖുറാൻ പഠിച്ച ന്യൂ ഏജ് പരീക്ഷണങ്ങൾ നടത്തി നോക്കിയ അവർ ഒടുവിൽ നീണ്ട മാസത്തെ പരിശുദ്ധ ബൈബിൾ പഠനത്തിനും സത്യാന്വേഷണത്തിനും ശേഷമാണ് ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചത്. സമീറ, നിന്റെ മുഴുവൻ അന്വേഷണങ്ങളും അവസാനിപ്പിക്കൂ. നീ ഇത്ര നാളും അന്വേഷിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ എന്നെയാണ്. ഭൂമിയിലെ വസ്തുക്കളാൽ നിന്റെ ഉള്ളിലെ ശൂന്യതയെ നിറയ്ക്കാനാണ് നീ ഇതുവരെയും ശ്രമിച്ചത്. ഇനി മുതൽ അത് അവസാനിപ്പിക്കൂ. കാരണം നിന്റെ ഉള്ളിലെ ശൂന്യതയെ അകറ്റാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു സ്വരം താൻ കേട്ടതായി സമീറ വ്യക്തമാക്കുന്നു. അതോടെ മറ്റെല്ലാ അന്വേഷണവും അവസാനിപ്പിച്ച് താൻ ക്രിസ്തുവിനെ സ്വീകരിക്കുകയായിരുന്നുവെന്നും സമീറ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ സ്വീകരിച്ചത് വഴി ഈ പെൺകുട്ടികൾ സ്വന്തം കുടുംബത്തിൽ നിന്നും ഇസ്ലാമിക സമുദായത്തിൽ നിന്നും നേരിടേണ്ടി വന്ന എതിർപ്പുകൾ നിസ്സാരമായിരുന്നില്ല. എന്നിട്ടും അതിനെയെല്ലാം അതിലംഘിച്ച് തങ്ങൾ കണ്ടെത്തിയ സത്യത്തിൽ അവർ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ടു പോകുകയാണ്.